ഹായ് മക്കളെ, ഇന്ന് രാവിലെ ഈ കലക്കി ചുട്ട ദോശ മതി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടാളും ഹനാനും ഹംദാനിക്കും നിർബന്ധം. അങ്ങനെ രണ്ടാമതും ഇന്നും ഇന്നലെ രാത്രി ഒന്ന് കലക്കി ചുട്ടതേനി. അപ്പം ഇന്നിപ്പം രാവിലെ ഇപ്പം അതൊക്കെ ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ഇഷ്ടമാതിരി ഉണ്ടാക്കിയതാണ്. ഇതാണ് ഉണ്ടാക്കിയത് ഉണ്ടോ. ഈ യൂണിഫോം ഇസ്തിരിടണം. അങ്ങനെ ഒരുപാട് പണീൻ്റെ തിരക്കിലാണ് മക്കളെ രാവിലെ തന്നെ. ഒരു പണിയില്ല, പെട്ടെന്ന് കിട്ടും കേട്ടോ. നമ്മൾ എളുപ്പത്തിലായി കിട്ടും. നമ്മൾ കലക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കണം എന്നുള്ളൊരു പണിയേ ഉള്ളൂ കേട്ടോ. അത് നിറയെ കിട്ടും, നല്ല ഓൾസായിട്ട് അപ്പം തന്നെ ഓട്ട വന്നിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുക. ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാവും. വെച്ചോളം, അവിടെ വെച്ച മോളെ, ഞാൻ വരാം. രാവിലെ നല്ല തിരക്കിട്ട പണിയിലാണ് മക്കളെ. ഒന്നും പറയണ്ട, ഒരു ഒഴിവും ഉണ്ടാവില്ല. ആയി വരുമ്പോൾ ഒരു സമാധാനം. എല്ലാം റെഡിയായി കഴിഞ്ഞാൽ മനസ്സിന് നല്ല സമാധാനം. അതുവരെ കുട്ടികൾക്ക് കൊടുക്കലും പാത്രത്തിലാക്കലും കൊണ്ടുപോകാനെടുക്കലും എല്ലാം കൂടി ഒരു കഥ തന്നെയാണ് പൊന്നാര കുട്ടികളെ. പത്തിരി ചൂടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇസ്തിരിട്ടുണ്ട്. എല്ലാം ഒരു കൈ കൊണ്ട് ആയി വരണം പൊന്നാര കുട്ടികളെ. അപ്പോൾ ദിയമോള് ചാവടിക്കാൻ പറ്റും. ദിയമോളെ യൂണിഫോം കിട്ടിയിട്ടില്ലല്ലോ. ഹനാൻ്റെത് നീലിയും വെള്ളയാണ്, ഹംദാൻ്റെ നീലിയും വെള്ളി, ഹനാൻ്റെത് നീലിയും കള്ളിക്കള്ളിയാണ് മക്കളെ. അപ്പോൾ ഇത് ഇസ്തിരിടും വേണം. എന്നാലും രാത്രി ഇട്ടേക്കണം എന്ന് എപ്പോഴും വിചാരിക്കും. ഓരോ തിരക്കാകുമ്പോൾ മറന്നു പോണതാ പൊന്നാര കുട്ടികളെ, ഒന്നും പറയണ്ട. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, ഏതാണെന്നൊന്നും അറിയില്ല. വണ്ടി ഓണായിരിക്കണം. വണ്ടിക്കാരെ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലത്തെത്തി സ്കൂൾ വണ്ടി. അതൊരു സമാധാനം. സ്കൂൾ വണ്ടിയല്ല, സ്കൂൾ ബസ് അനാൻ്റെത്. അതിങ്ങനെ വിളിച്ചുകൊണ്ട് പറയുന്ന സ്ഥലത്തെത്തിന്ന്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുങ്ങി റെഡി ആയാൽ മതി. അല്ലാതെ ബസ് വരുമോ നമ്മൾ വിളിച്ച് ചോദിക്കേണ്ട ഒരാവശ്യമില്ല. അതൊരു സമാധാനം ഉണ്ട് എനിക്ക്. പിന്നെ വേറെ എന്തൊക്കെ മക്കളെ വിശേഷങ്ങൾ? ഇസ്തിരിയുടെ ഇടയിൽ കൂടെ പത്തിരി ചൂടാൻ വേണ്ടി പോയതാണ് മക്കളെ. അത് ഇടയ്ക്കിടയ്ക്ക് ചുട്ട് കൊടുക്കണം. അതിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ കരിഞ്ഞും പോകും, ചില സമയത്ത് ഒന്നും ആവില്ല. അപ്പോൾ കുട്ടികളെ വലിയപ്പോൾ അടുക്കളയിലുണ്ടെങ്കിൽ പത്തിരിയൊക്കെ മറിച്ചിട്ടൊക്കെ തരും കേട്ടോ. അപ്പോൾ മൂപ്പര് തിരക്കാണ്. കാരണം എന്താ പറയുക, ദിയമോക്ക് ചായ പിടിക്കണം, ഓളെ കൊണ്ടാക്കണം. അപ്പോൾ അതിനോട് മൂപ്പരതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മൂപ്പര് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ ദിയമോൾ ഇവിടുന്ന് തന്നെ ഞങ്ങളെ മുന്നും തന്നെ വണ്ടി കയറുകയാണെങ്കിൽ സുഖയിനി. അപ്പോൾ ഓൾക്ക് ഇപ്പോൾ അത് കയറാൻ പറ്റില്ല. അമ്പലത്തിന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. ആ ഭാഗത്തുനിന്നാണ് വണ്ടി കയറുന്നത്. അപ്പോൾ ആ വണ്ടീൻ്റെ അത് വരെ പിന്നെ കുട്ടികളെ വലിയാപ്പം എന്താക്കുമെന്ന് പറയാം, വണ്ടിമേൽ അവിടെ കൊണ്ടുപോയി ആക്കി കൊടുക്കും ദിയമോളെ. അങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് മക്കളെ. അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പരിക്ക് ലേശം കൂടിയൊക്കെ കടന്നിട്ട് ആക്കം പോലെയൊക്കെ നീച്ചാൽ മതി. അത് പറ്റില്ലല്ലോ. ദിയമോൾ അവരെ കൊണ്ടാക്കി കൊടുക്കണം. ആനാനെ ഞാനും കൊണ്ടാക്കി കൊടുക്കും റോട്ടുമേലേക്ക്. അത് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് റോഡ്, അവിടെ കൊണ്ടാക്കി കൊടുക്കും മക്കളെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇസ്തിരിടും, അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്തിരി മറിച്ചിടും, പിന്നെ ഇസ്തിരിടും, പിന്നെ മറിച്ചിടും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ പണികൾ എടുക്കണം. ചോറാണ്, ഒരാൾ പറഞ്ഞ് എനിക്കിന്ന് ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ ചോറിൻ്റെ പണി എടുക്കണം. അപ്പോൾ ചോറിന് അരി അടുപ്പത്തിടണം, എല്ലാ പണി എടുക്കണം പൊന്നാര മക്കളെ. എത്ര നേരത്തെ നീച്ചിട്ടും കാര്യമില്ല. ഞാൻ കിടന്നൊരു പെടാപ്പാട് പെടുകയാണ് പൊന്നാര കൂടെ. എന്താണ് മക്കളെ? വേഗം നോക്കൂടെ, എല്ലാവരും നീച്ചില്ലേ? ആ അങ്ങനെ വേഗം കുട്ടികൾ ഇങ്ങനെ വന്ന് വർത്താനം പറയും. എന്താണ് വേഗം നോക്ക് നേരെ പോരാ. അനാനി അന്താനം വിളിച്ചു. വിളിക്കാൻ പോകണം, ആയിക്കോട്ടെ. അമ്മ കുളിപ്പിച്ചു തരാം, വരാം. വെള്ളം ചൂടാക്കാൻ വെച്ചിക്കിന്. അപ്പം തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് മക്കളെ. കുറച്ച് വെള്ളം ചൂടാക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയുള്ള ഓരോ പണികളാക്കണം. എല്ലാവരും പല പണി ഇതേമാതിരിയൊക്കെ തന്നെ ആയിരിക്കും. എനിക്കാരാ എൻ്റെത് പ്രത്യേകിച്ച് പറയണത് മക്കളെ, ഞാനൊരു വയസ്സായ ഒരാളാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു കൈകൊണ്ടായി വരണം മക്കളെ. എൻ്റെ മോളത് ഒന്നും പറയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മോളെ കഥകളൊന്നും ഞങ്ങളോട് പറയണ്ടല്ലോ പ്രത്യേകിച്ചിട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിൽ എടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. ഉള്ളിൽ മുഴുവനും ഉരുകിയിട്ടും കുറേ സങ്കടപ്പെട്ടു. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഒരുപാട് എന്തല്ലോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് മനസ്സിന് ഒരു സമാധാനം ഇല്ല ഇനി പൊന്നാര കുട്ടികളെ. അങ്ങനെയും കുറേ ചിന്തിച്ച് കൂട്ടിപ്പോയി, ഒന്നും പറയണ്ട. അങ്ങനെ പണികളൊക്കെ തീർക്കണ തിരക്കുവാണ്. പിന്നെ എന്താ പറയാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുട്ടികൾ ഇങ്ങനെ ഓരോ സംഗതികൾ ചോദിച്ചു വരുമ്പോൾ അതും ബേജാറ്. കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് എങ്ങനെ ഉണ്ടാ, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ, ഇനി ഓപ്പറേഷൻ വേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കുട്ടികളെ വാങ്ങി അതും നമ്മൾ മറുപടി പറയണം.
കുട്ടികൾ വലുതായി വരികയാണല്ലോ, നമ്മൾ വയസ്സായി വരുന്നതനുസരിച്ചിട്ട് മക്കൾക്ക് ബുദ്ധി വെച്ച് വരികയാണല്ലോ. മാഷാ അല്ലാ, അതന്നെ ഒരു സമാധാനമാണ്. ഈ മക്കളൊന്നൊരു ഉഷാറായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായി. മക്കളെ ഒരുപാട് വിഷമവും സങ്കടങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ തല പുണ്ണായിരിക്കുക. തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട മക്കളെ. അങ്ങനെ തിന്നിട്ടില്ലെങ്കിലും മക്കളെ തടി വെക്കും കേട്ടോ. തിന്നാതിരുന്നാലും നമ്മൾ തടി വെക്കും. അത് തിന്നായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. എന്തെങ്കിലും കുറച്ച് കട്ടൻ ചായ വെള്ളമൊക്കെ കുടിക്കും. പിന്നെ ഇതാ ചക്കാണ് മക്കളെ, നല്ലൊരു ചക്ക ഉണ്ട്. അപ്പം ദിയമോള് പറയും ചക്കൻ്റെ കറി വെച്ച് തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ചക്ക ഉണ്ട്, ഒരു കടച്ചക്ക എന്ന് പറയും. അതിൻ്റെ ഒരു പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ആ പകുതി മുറിച്ചിട്ട് ഞാൻ ഉപ്പേരി വെക്കണം. ആ പണി എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സെവിടോ ആണ്, പണികളൊക്കെ എടുക്കുന്നുണ്ട്. ഒന്നിനൊരു ബോധമില്ല. എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. പത്തിരി ചുടുന്നുണ്ട്, പത്തിരി വരത്തിന് കലക്കി ചുടാനും ഏശ അരിപ്പൊടിയും ഒരു കോഴിമുട്ടിയും ഉപ്പും ഇട്ട് അങ്ങോട്ട് നന്നാക്കി വെള്ളത്തിലണ്ട് കലക്കുക. പച്ച വെള്ളം പോലെ കലക്കണം, കട്ടിയൊന്നും പാടില്ല മക്കളെ. എന്നിട്ട് അതങ്ങനെ ഒഴിച്ചു കണ്ട് കൊടുക്കുക. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല നല്ല പത്തിരികൾ പെട്ടെന്ന് ചുട്ടെടുക്കുക കുട്ടികളെ. അങ്ങനെയാണ് ഞാൻ ചുട്ടത്. പിന്നെ ഒരു എന്താണ് ഒരു ഇഷ്ടു കറി ഉണ്ടാക്കിയിരിക്കുന്നത്, പട്ടാണിയും കുറുമിയും എല്ലാം കൂടി വെച്ചിട്ട് ഒരു ഇഷ്ടു കറി ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറയാലോ, ഒരാഴ്ച ആയിട്ടിപ്പോൾ ഒന്നിനും ഒരു സമാധാനമില്ല, ഒരു മനസ്സമാധാനം. എന്തെല്ലോ ചെയ്യുന്നുണ്ട്, എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട്, എന്തെല്ലോ കൊടുക്കുന്നുണ്ട് മക്കൾക്ക് എന്നുള്ളൂ ചിന്ത വേറെ ഇടവോ ഒക്കെ ആണ്. എല്ലാ ചിന്തകളും മാറ്റി നല്ലൊരു ചിന്തകൾ വരണേ റഹ്മാനായ തമ്പുരാനെ എന്നുള്ളതിനോട് തേടാണ് മക്കളെ. പിന്നെ ആദ്യത്തെ മാതിരിയുള്ള ഒരു എന്തെല്ലോ ഒരു എവിടേക്കോ പോകണോ എന്താണ് എന്നൊന്നും പിടുത്തം കിട്ടണില്ല. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം മക്കളെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദിയമോളെ തുണികുപ്പായൊക്കെ ഒന്ന് എടുത്തെടുക്കാൻ വേണ്ടി പോയതേന്. ദിയമോൾ അപ്പുറം വെച്ചിരിക്കുന്ന പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്ന് ഇങ്ങനെ പണിയില്ല. പക്ഷേ അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുന്ന കൈ കൊണ്ടൊന്നും യൂണിഫോം ഒന്നും തൊടാൻ പറ്റില്ല, ഉള്ളി മറ്റേത് മറിച്ചതൊക്കെ. അപ്പോൾ ആ ഉള്ളിയൊക്കെ അരിയുന്നതിന് മുമ്പേ തന്നെ ഞാൻ വേഗം കുട്ടികൾക്കൊക്കെ യൂണിഫോം ഇസ്തിരിട്ട് ദിയമോളൊരു ഷർട്ടും ഇസ്തിരിട്ട് കൊടുത്ത്. പിന്നെ നമുക്ക് കഴിയുന്ന കാലം വരെ ചെയ്തു കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ മക്കളെ സ്ഥിതി ഒരു നല്ലൊരു ബുദ്ധിയും വിവരമുള്ള ഒരു ഉമ്മ ആണെന്നുണ്ടെങ്കിൽ ഒരെന്നെ അയക്കുള്ളൂ. ഇതൊന്നും ഇല്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. എൻ്റെ മരണം വരെയുള്ള സുഖമുള്ളൂ ഈ 3 മക്കൾക്കും. എൻ്റെ മരണം വരെയുള്ള സുഖമുള്ളൂ, അത് കഴിഞ്ഞാലൊന്നും ഇല്ല. അത് അല്ലെങ്കിൽ വേഗം നോക്കി മക്കളെ. അപ്പോൾ അതുവരെയുള്ളൊരു സമാധാനം സന്തോഷമുള്ളൂ. ഇപ്പോൾ ഓടി വരുന്ന എൻ്റെ അമ്മ എന്ന് പറയുന്നതും കെട്ടിപ്പിടിക്കുന്നതും ആ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറയാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരയാണ് ചെയ്യുക. എന്നെ കെട്ടിപ്പിടിക്കുന്ന കാണും വല്യാപ്പ വരെ ഇങ്ങനെ നോക്കും എൻ്റെ കണ്ണിലേക്ക്. എന്നെ ഓടി വന്ന ഓലെ അമ്മൻ്റെ മാതിരിയുള്ളവർ പിടിക്കലും വർത്താനം പറയലും സ്നേഹിക്കലും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ വരലും എല്ലാം അറിയണമൊക്കെ. ഞാൻ പറയാം ആ മക്കളെ എപ്പോൾ തരാം, അങ്ങനെ എങ്ങനെ ഒരു എന്ത് സംഗതി ഒരിക്കൽ ചോദിക്കണമെങ്കിൽ പറയണമെങ്കിലും ഓടി നമ്മളടുത്തേക്കാണ് വരിക. അല്ലാതെ ഒന്നും ഓളെ പോയിട്ട് ഇടങ്ങാറാക്കുക ഓളടുത്തേക്ക് പോവുകയോ ചോദിക്കുകയോ ചെയ്യൂല. കാരണം അധികം ഒച്ചയും ബഹളം ഇട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഓൾക്ക് വേഗം തലവേദന വരും. അതുകൊണ്ട് അത് ചോദിക്കൊന്നുമില്ല മക്കളെ. അപ്പോൾ എന്നോട് പറയലോ അങ്ങനെ തന്നെ. നമ്മൾ ഉമ്മീനോടൊന്നും ചോദിക്കേണ്ടല്ലേ അമ്മ. ഞാൻ പറയും വേണ്ട മോളെ ഉമ്മ. പിന്നെ നല്ല ഒരു സന്തോഷം സമാധാനമുള്ള സമയത്ത് ഓള് നമ്മളെ കൂടെ വന്ന് ഇരുന്ന് വർത്താനം പറയുമ്പോൾ കുട്ടികൾ ചിരിയും കാലയും വർത്താനം പറയലും അപ്പോൾ ഓൾ മടി പിടിച്ച് ഇരുത്തലും അന്നേരം ഉമ്മ കൊടുത്ത് ഞാൻ സ്നേഹത്തോടെ പറയലും ഒക്കെ ഓൾ ചെയ്യും. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഉഷാറാക്കി കഴിഞ്ഞാൽ എല്ലാം ചെയ്യും. ചില സമയത്ത് ഓൾക്കൊന്നും പറ്റൂല, വേഗം വാതിലടച്ച് അവിടെ അകത്തിരിക്കും. അതൊക്കെ ഇങ്ങനെ കാണുന്ന മക്കളെ ചക്കാണ് മക്കളത് മുറിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ സമാധാനം തന്നെ. ഇപ്പോഴുള്ള ഈ മക്കൾ പീച്ചം വെച്ച് കുറച്ചൊന്ന് വലുതാണ് വരെ എനിക്കൊരാവതിന് അള്ളാഹു തരുന്നത്. ഞാൻ മൂലക്കലായി പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ കാര്യം കട്ടപ്പോകാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ പറ്റണ കാലം വരെ ചില ആൾക്കാരൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്, അങ്ങനെ പല കുറ്റം കുറവൊക്കെ പറഞ്ഞ ആളുകളുണ്ട് മക്കളെ. പക്ഷേ എന്താ പറയുക പറയുന്ന കുടുംബത്തിൽ തന്നെ ഭയങ്കര തിന്നാൻ കൊടുക്കലാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരെ അവിടുന്ന് പറയാമെന്നല്ലാതെ ഒരു കാര്യമില്ല. പക്ഷേ നമ്മളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കും, അതാര് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ആവതുള്ളവരെ നമ്മൾ കഷ്ടപ്പെട്ട് മൂപ്പര് വല്യാപ്പത കഷ്ടപ്പെട്ട് പണിക്ക് പോണ് ഈ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ തന്നെയാണ്. മൂപ്പര മക്കൾ വലിപ്പം വെപ്പിച്ച് ഒക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മോളെ കല്യാണം കഴിപ്പിച്ച് മോൾക്ക് പൊന്ന് കൊടുത്ത് പെണ്ണെട്ടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? സുഖമില്ലാത്തൊരു മോളായിപ്പോയി. ആ മക്കളെ നോക്കുക, മക്കളെ കാര്യങ്ങൾ ചെയ്യുക, മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അസറൂതി, ഞാനും മൂപ്പരൊക്കെ അസറൂതി കഴിഞ്ഞിരിക്കണം. ഇനി ചില്ലറ കാര്യം കൂടിയേ ഉള്ളൂ. നമ്മളിതിപ്പം കിട്ടുന്നതൊക്കെ ബോണസാണ്. കാരണം ഇനി കിട്ടുന്ന ജീവിതമൊക്കെ നമുക്ക് വെറുതെ കിട്ടുന്ന മാതിരിയാണ്. ആ ജീവിതത്തിൽ നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ മക്കളെന്നല്ല, എല്ലാ 5 പേരക്കുട്ടികളുണ്ട്. 5 പേരക്കുട്ടികൾക്ക് അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ല. പൊന്നുപോലെ ജീവിക്കുന്നുണ്ട്. ഓളെ വാപ്പയും ഇമ്മയും പൊന്നു പോലെ നോക്കണമുണ്ട്. മോനും ഉണ്ട്, മരുകളുണ്ട്. ഓല് പൊന്നു പോലെ നോക്കുന്നു. മാഷാ അല്ലാ. ഈ മക്കളത് അതല്ല. ഈ മക്കളെ ഞാനും മൂപ്പരും
അത്രയും കഷ്ടപ്പെട്ട് നോക്കുകയാണ്. പക്ഷേ ഇതുങ്ങൾ വാപ്പൻ്റെ പുരയിലേക്ക് പോയാൽ വാപ്പ നല്ലോണം നോക്കും. വാപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്, വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു തടസ്സം. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ ഇങ്ങനെ നിന്ന് പോണത്. അതൊക്കെ മാറി മറിഞ്ഞ് നല്ല സ്നേഹത്തോടെ അങ്ങോട്ട് ആയി ഓരോ കുടുംബം സന്തോഷത്തോടെ കഴിയണേന്ന് ഒറ്റ പ്രാർത്ഥന ഉള്ളൂ മക്കളെ. അതുവരെ ഇതാ ഞാൻ അരിഞ്ഞിട്ടും പിടിച്ചിട്ടും തിന്നാനുണ്ടാക്കിയിട്ടും തിന്നാൻ കൊടുത്തിട്ടും എനിക്ക് പറ്റുന്ന കാലം വരെ. അത് ഒരുപാട് ആളുകൾ കുടുംബക്കാരെന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൂടി, എന്തിനാ വെറുതെ പിടിച്ചു വച്ചിരിക്കുന്നത്, അങ്ങോട്ട് വിട്ടുവിടും. പറയുന്നോലിക്കൊക്കെ തൊള്ള തുറന്ന് പറയാം. അവനാൻ്റെ മുന്നിൽ ഇതേമാതിരി ദുരിതങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴേ ഉള്ളൂ മറ്റുള്ളവരെ അവസ്ഥകൾ മനസ്സിലാവുള്ളൂ. അല്ലാതെ കുറേ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ. അള്ളാഹു എല്ലാവരും തൊട്ട് കാക്കട്ടെ. അപ്പോൾ എനിക്കെൻ്റെ പൈതമക്കളെ കൂട്ടിപ്പിടിച്ച് ഈറ്റിങ്ങളൊന്ന് വലിപ്പം വെക്കണ വരെ ഈറ്റിങ്ങളെ കൂടെ നിൽക്കണം മക്കളെ. പിന്നെ എൻ്റെ മോളെ കാര്യം അത് അള്ളാഹു വിധിച്ച പോലെ നടക്കുകയുള്ളൂ. നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ഞാൻ അതിനൊക്കെ ഒരു ഉറപ്പിനെ കൊടുത്ത് നിൽക്കുകയാണ്, വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം എൻ്റെ മക്കളെ ഇനി സ്കൂളിൽ പറഞ്ഞേക്കണം. ഐറ്റിയൊക്കെ ആ കറി ഏതാന്ന് അരിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ചാൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയായി. അത്രയേ ഉള്ളൂ മക്കളെ. ഇതൊന്ന് വറവിട്ട് മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ റാഹത്തായി. ഇതൊക്കെ തേങ്ങ കരച്ച് റെഡിയാക്കി വെച്ചിങ്ങനെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം, ഇസ്തിരിക്കണം, മാറ്റിക്കണം, വന്നയക്കണം, എല്ലാ പണിയും ചെയ്യണം പൊന്നും മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാൻ ലൈക്കും സബും ചെയ്യുക, മറന്നു പോകരുത്. നമ്മളെ കൂടെ നിങ്ങൾ സപ്പോർട്ടായിട്ടുണ്ടാവണം മക്കളെ. നിങ്ങളൊക്കെയാണ് എൻ്റെ വിജയം. നിങ്ങളാൾ എന്നോട് ഇന്ന് ലൈവൊക്കെ വന്നാലും ലൈവിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് എന്തോ ഒരു സ്നേഹത്തോടാണ് പറയണത്. ഇത് തന്നെ മതി മക്കളെ എനിക്ക്. പിന്നെ എന്തിനാ എനിക്ക് വേറെ കുറേ? നിങ്ങളെ ദുആ മതി എൻ്റെ മോക്ക്. നിങ്ങളെല്ലാ ദുആ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ഉറപ്പാണ് മക്കളെ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ എത്രയോ സങ്കടത്തോടാണ് രേണുസുതി കിടക്കുന്നത്. എന്തോ ഒരു സങ്കടത്തിലാണ്, എന്തോ ഒരു വിഷമത്തിലാണ്. ആ മുടി എടുത്തെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടീൻ്റെ മുടി അങ്ങനെ ഉള്ളൂ. എൻ്റെ മോളത് ഒന്നായിട്ട് എടുത്തതാണ്. അതൊക്കെ ചിന്തിക്കുമ്പം ഒരുപാട് സങ്കടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരും വല്ലാതെ അഹങ്കരിക്കേണ്ട മക്കൾ. അള്ളാഹു എല്ലാവരും തൊട്ട് കാക്കട്ടെ. എൻ്റെ ദിയമോള് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് ഓള് പോകാനുള്ള ഒരുക്കത്തിൽ. അപ്പോൾ ഞാനിത് ചക്കി ഇതൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതൊന്ന് വെട്ടി തിളപ്പിച്ചാൽ ഇതിലേക്ക് ഒരൊറ്റ വിസലടിച്ചാൽ മതി മക്കളെ. തേങ്ങ കരച്ച് മസാലപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് വെച്ചാൽ തക്കാളി, ഉള്ളി, കരിവേപ്പില, പച്ചമുളക് എല്ലാം മുറിച്ചിട്ടതാണ് മക്കളെ. അപ്പോൾ ഇതും കൂടി എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമായി. എൻ്റെ മോളെ അങ്ങോട്ട് പറഞ്ഞയച്ച് പിന്നെ മറ്റോലെ